ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം എന്താണ് നമ്മളെ രണ്ടാമത്തെ ദിവസം, സെക്കൻഡ് ഡേ ഓഫ് വയനാട് എക്സ്പ്ലോറിങ് വയനാട് സീരീസ് 2. അങ്ങനെ നമ്മൾ നേരെ പൂളിലേക്ക് പോയി. ഞാനുമുണ്ട്, റബിയുമുണ്ട്, ഫാസിയും ഇതിലാണ് കീനത്തെ. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂ. ഏതാ വ്യൂ ഇടുന്ന കിണ്ണം കാച്ചി വ്യൂ നോക്കല്ലേ. ഇത് നേരിലെ വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പുറം നമ്മള് ബാണാസുര ഡാമിൻ്റെ അടുത്തേക്കുള്ള നേരില്ല വ്യൂ ആണ് നമുക്ക് നേരെ പൂളിനുള്ള വ്യൂ. നമ്മളെങ്ങനെ പൂളിലൊക്കെ ഇറങ്ങി കാര്യമായ തണുപ്പില് നീന്താരത്ര ഈ പോളിങ് കൊണ്ട് നടക്കുന്ന കൈ റബിയില്ലേ എങ്ങനെ കീയെന്ന് വെച്ചിട്ട് കാത്തിക്കും. ഇങ്ങനെ മുട്ടുന്നു, പക്ഷെ നീന്താൻ അറിയില്ല. എന്താ എനിക്കോ ബാക്കി ഞാൻ മൂന്നാൾക്ക് നീന്താൻ അറിയാം. അവിടെ ഒരു ബോളുണ്ടായിന്, ആ പുൾഡറും ഉണ്ട്. ആ ബോൾ ഇത്രയും നീന്തിക്കൊണ്ടുണ്ടായി. നാക്കിൽ റബി ആൾക്കാർ പിന്നെ റബിക്ക് ഇതായി എങ്ങനെ നീന്താണ്ട് ഇങ്ങനെ നിൽക്കരുന്നില്ലേ. അല്ല എന്താ കാര്യം അത് പഠിപ്പിച്ചാൽ എനിക്ക് കൈ ഇങ്ങനെ മുമ്പോട്ടേക്കിടാം. കണ്ടിരി രണ്ടുകൂടെ പോയിട്ട് വരുന്നുണ്ട്. അവളാക്കല്ലേ കാട്ടുന്നേരം അനുസരിച്ചിട്ടാ വരുന്നത്. എവിടെ പോയിനി സയാമിസാ രണ്ടു പേരൊക്കെ വിട്ടിട്ട് രണ്ട് ഫോറിനേഴ്സ് നീന്താറിയില്ല. രവിക്ക് നീന്താറിയില്ല. ആ ബോള് കൊണ്ട് ഇത്രയും നീന്തണ്ടായി. രവി ഇത്ര ബോളുകൊണ്ട് നീന്തണ്ട. ബോള് പുള്ളറുണ്ട്. ഇത് രവി എങ്ങനെ കീഴും ബോള് ഫോറിനേഴ്സ് ട്രൗസർ ഊരി ഫോറിനേഴ്സ് അടുത്ത ട്രൗസർ ഇട്ട്. ഓ 2 ട്രൗസർ ഇട്ട് രാമിനി. നേരത്തെ കഴിച്ചോളൂ. ബൊക്കര് രവി കുറച്ചും കൂടി വീഡിയോ കിട്ടൂലോ. അമ്മ പോയി നമ്മള് ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ റെസ്റ്റോറൻറ്റ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഇവിടെ ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എന്തായാലും നടന്നിട്ട് നോക്കിയിട്ട് കാണാം. ഇതാണ് ഗൈസ് നമ്മളെ റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മളെ ഡൈനിങ് ഒക്കെ വരുന്നത്. ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ഇപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആകുമ്പോൾ 10 മണി കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഫുഡ് ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പം നമ്മളെല്ലായിടത്തും ലേറ്റ് ആണ് ഓൾറെഡി. ചായ എടുത്ത്
എടുത്ത് നല്ല സെറ്റ് കോഫി നമ്മളതിനെ പ്രിപ്പയർ അല്ല പഞ്ചസാര കലക്കിയാൽ മതി. കോഫി എടുത്ത് ദോശ സെറ്റാവും. ദോശ കുഴപ്പമില്ല. ഫുഡൊക്കെ അത്യാവശ്യം സെറ്റാണ്. നല്ലോണം കഴിച്ചോ. പക്ഷേ ഉച്ചക്ക് ഫുഡില്ല, ഇപ്പൊ കഴിച്ചോ. ബൊഫേ നാട്ടിലെ 5ാമത്തെ പോക്കാന്ന് പറയുന്നത്. ഏടിച്ചെല്ലാം പോകുന്നത് യോ പഠിച്ചാതെ പിന്നെ എടുത്തിട്ട് എന്ത് ഇത് ആദ്യമായിട്ട് എടുത്താൽ എനിക്കില്ല. അപ്പൊ 5ാമത്തെ ആണ്. എന്ത് റബി ഇത് കൊക്ക പോയി തന്നെ നമ്മളെ ഇതിന്റെ ട്രിപ്പിന്റെ ഒരു യജ്ഞം. അത് ഇതിന്റെ ഫുഡൊക്കെ ഇതില്ലേ കിശയിലാടെ അതിലിടാം നമുക്ക് പറയാം. ഇല്ല മറ്റേ മസാലപ്പൊടി നല്ല പറക്കിട്ട് പോയില്ല ഒരാള് അതിലിട്ടിട്ട് ഇടയ്ക്ക് നമുക്ക് ഫുഡ് ഇട്ടിട്ട് പോകാം. കൊക്കപ്പുഴ ഒരു തന്നെയാണ്. ഒരു കപ്പിൽ ചായ, ഒരു കപ്പിൽ പാല്, മറ്റൊന്നിൽ ചേർക്കൂ ബ്രൂ. അതാണ് ആക്കുന്നതാണ്. Happy journey. Happy journey. No. ഫുഡ് കഴിച്ചാണോ? ഫുഡ് കഴിച്ചോ? നിങ്ങളോ? അതല്ല വീഡിയോ നോക്കിട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ റിസോർട്ട് തന്നെ ഇവിടെയാണ്. മറ്റേ ഇത് ബാൻസ ഡാമിന്റെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ. ഫോട്ടോ ചാട്ടം ഇത്ര നേരെ ഈ റബീനെ ഇത് പൊട്ടാണ് ഗൈസ്. 2 പേർ ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മളങ്ങനെ തിരിച്ചു പോകാം ഗൈസ്. ചെക്ക് ഇൻ ചെയ്ത് പോലെ ഇപ്പൊ ചെക്കൗട്ട് ചെയ്യും. നല്ല അത്ഭുതമായിട്ടുണ്ട്. ചെക്കൗട്ടൊക്കെ ഇറങ്ങാണ് ഗൈസ്. അതാണ് ഗൈസ് നമ്മളെ ചേമ്പാറ പീക്ക്. നമ്മൾ ഇവിടെ ബാണാസ ഡാമിൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തിന്. സമയത്ത് ഇങ്ങോട്ട് കണ്ടില്ല. വന്നിട്ട് ഇറങ്ങി രാവിലെ ഉച്ചയാണ് 12 മണിയാണ്. നല്ല വെയിലുണ്ട് ഇവിടെ. ബോട്ടിങ് ഇവിടെ ആക്ടിവിറ്റി കാണാൻ പറ്റും. കുറേ ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ ജിപ്പ്, സ്പീഡ് ബോട്ടിങ്, അങ്ങനെ കുറേ ബോട്ടിങ് കാര്യങ്ങൾ ഇഷ്ടംപോലെ പ്രൊവൈഡ് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ എന്തെല്ലോ സംഭവം ഉണ്ട് ഇവിടെ. പിന്നെ എന്താ പറയുക, അത്യാവശ്യം തിരക്ക്. എന്തായാലും നമ്മൾ കഴിഞ്ഞാൽ അതിലൊരു ഹാങ് ഓവറിൽ എല്ലാവരും കുറേ ആൾക്കാരുണ്ട്. നമ്മൾ വയനാട്ടിൽ നമ്മൾ കുറേ ആളെ റിസോർട്ടിലായാലും കുറേ ആളെ കണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പും കാര്യങ്ങളും കേട്ടോ. ഇഷ്ടംപോലെ നമുക്ക് കാര്യങ്ങൾ ഇതും പാവകളും മറ്റേ കുട്ടികൾക്കൊക്കെ പിള്ളേരെല്ലാം വന്നെങ്കിലേ അവർക്ക് തന്നെ ഇവിടെ പിടിയില്ല. കാരണം കുട്ടികൾ വന്നാൽ നമ്മളെ എന്തായാലും പിടിയില്ല. അത്രയ്ക്ക് മുട്ടായ കാര്യം എല്ലാം ഇവിടെ തന്നെയാണ്. ഇതാണ് മെയിനായിട്ട് വയനാടിൻ്റെ തേയിലത്തോട്ടമായിട്ട് വരുന്നത്. ഇവിടെ തന്നെയാണ് ടീ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉള്ളത്. വയനാടിൻ്റെ തേയിലത്തോട്ടങ്ങൾ. തേയിലത്തോട്ടം അല്ല, ഇത് മറ്റേ കഞ്ചാവ് കൃഷി.
അഞ്ചാറ് ഷെയറിൽ ചുമ്മാക്കിയുടെ പള്ളിയിലെടുത്തി നേരെ അങ്ങനെ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് പോയി. ലക്കടി വ്യൂ പോയിന്റ്. കൊടുത്തു വരൂ, വെറുതെ കിട്ടില്ല, കായ് കൊടുത്തു വരൂ, വയനാടേക്ക് വരൂ ഗായ്സ്. ഇതിലേക്ക് പോകുന്ന വഴിക്ക് സെറ്റ് വ്യൂ കൊണ്ടൊരു നിർത്തിയാണ് ഗൈസ്. ഇവിടെ ബാക്കിൽ നിന്ന് അഡ്വഞ്ചർ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബഗ്ഗി അഡ്വഞ്ചർ റൈഡൊക്കെ ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. ചൂട് നന്നല്ല, നല്ല ചൂട്. യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ കുറച്ചൊരു വിശപ്പും ആ ഒരു യാത്രേൻ്റെ ഒരു ഇതും ഭയങ്കരമായിട്ട് ഉഴപ്പങ്ങാണ്. അന്നേരം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുന്ന പക്ഷെ നമ്മൾ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്താൽ നമുക്ക് അത്ര ഇത് കുറയും. എന്താ പറയുക, ഫുഡ് കഴിക്കാനായിട്ട് ടെൻഡൻസി വരും. ഗ്യാസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കയറും. വൈത്തിരി പാർക്കിന് നേരെ ഓപ്പോസിറ്റ് ആ റൂട്ടിൽ തന്നെ നേരെ അങ്ങോട്ട് ലക്കിടി വ്യൂ പോയിന്റിലേക്ക് പോയാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ വയനാട് പറഞ്ഞാൽ വേറെ സീൻ പറഞ്ഞാൽ നമ്മൾ ഒരു സ്പോട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആണ്, നല്ല യാത്രാ സീനല്ല. ഒരു സ്പോട്ട് കഴിഞ്ഞാൽ നല്ല ദൂരമാണ് വരുന്നത്. അപ്പോൾ മാക്സിമം ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റൂല നമുക്ക്. അപ്പോൾ എന്തായാലും ഒരു 2 ദിവസം ഒന്ന് സ്റ്റേ ആക്കിയിട്ട് ആണെങ്കിൽ നല്ല വൈബായിരിക്കും. റിസോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാവും. നമ്മൾ ചോറ് വാങ്ങിയിട്ട് പോക്കെ ഗൈസ്. നമ്മൾ ഇവിടെ നയിക്കാണ്ട് വേറെ വൈ പിടിക്കാം, അതിലും വൈ പിടിക്കാം. അടങ്ങി ഇരുന്നിട്ട് ചോറ് കഴിക്കാനല്ല ഇതാക്കാം. ഓക്കെ ഗൈസ്, ഓറഞ്ച് മാത്രം കഴിക്കുന്ന റബി. നമ്മളുടെ ലക്കിടി വ്യൂ പോയിന്റിലെത്തി. നമുക്ക് ഇവിടുന്ന് താമരശ്ശേരി ചുരമൊക്കെ താഴത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്കിടി വ്യൂ പോയിന്റ്. ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വയനാടിൻ്റെ ബോർഡർ കഴിഞ്ഞോടും ഇപ്പുറത്തുള്ള ഇതാണ് എന്താ ലക്കിടി വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ പുറത്ത് ആ ഗേറ്റിൻ്റെ പുറത്ത് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് നേരെ ബാക്കിൽ നമ്മളെ മലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ വണ്ടിയൊക്കെ നിർത്തി അങ്ങോട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് താഴെ ഭയങ്കര കാറ്റാണ്, മീറ്റർ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇവിടെ നേരെ താഴേക്ക് നമുക്ക് വണ്ടിയൊക്കെ പോകാൻ പറ്റും. അവിടെ നമ്മൾ താമരശ്ശേരി ചോര അവിടെ വരും. വ്യൂ പോയിന്റ് നമ്മൾ വേറെ സാധനം കാണിച്ചാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ അങ്ങനെ അവിടെ വർക്കസ് കാണാൻ പറ്റും. കഷ്ടപ്പാട് വണ്ടിപ്രിയൻ അതാ നോക്കി എന്തിനാ എന്താ ആത്മാർത്ഥത. അപ്പുറം തുറക്ക, അപ്പുറം തുറക്ക. മണ്ട മീത്ത തുറക്കുന്നു. ഫുള്ള് തുറക്കും വണ്ടി. ഗ്ലാസ് നേരത്തെ വീടെടുക്കുമ്പോ ഗ്ലാസ് അതാണ് വീടെടുക്കാൻ പാങ്ങില്ല. അതാണ് പാങ്ങില്ല, വീടെടുക്കാൻ പാങ്ങില്ല. അല്ല അസുഖം പിടിക്കോട്ടെ. ഇവിടെ തുറക്കണ ഇരിക്കും. അതാണ് തമാശ. ആടിരിക്കും നല്ല പാങ്ങണ്ട. അതാണ് വേണ്ടോ ഫുള്ള് തുറക്കലിപ്പോ എന്ത് ചെയ്ത് സർവീസിലുണ്ടോ ഞാൻ. ഇവിടെ ഇരിക്കും, ഇവിടെ തുറക്കും, ഇവിടെ തുറക്കും. ഇവിടെ തുറച്ച മതി മതി. ആ സർവീസ് ഇവിടെ ഇരിക്കും. ബാ ഇവിടെ തുറക്കും. താമരശ്ശേരി ചുരത്തുനിന്ന് വണ്ടി കൊടുക്കുന്നു. അല്ലാ അവസ്ഥ തന്നെ ഒറ്റ പറയുന്നുണ്ട്. ഇവിടെ തുറക്കി സെന്ററിൽ തുറക്കണം. വേണ്ട ആ അല്ലെങ്കിൽ ഒരു പണി എടുക്കൂല. വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആത്മാർത്ഥ നോക്കി. ചക്കരി മാങ്ങ കിട്ടി. കളിയല്ല പിന്നെന്ത് വേണ്ട. മിഥിലാജ് എടുക്കുന്ന ഓർത്തിട്ട് അങ്ങനെ എടുത്തിട്ട് പോയി. ഇതിലെടുക്കാൻ പോയോണ്ട് ഇതെടുക്ക്, ചാവി എടുക്ക്, ചാവി എടുക്കും. എന്ത് നീനമാണ്ട് 1.5 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നത്.
ഒരു വീഡിയോ എടുക്കാൻ പറ്റും. ഇത് നാക്കണ്ട മായവേളേ ഗൈസ്. ഫസ്റ്റിന്റെ മുമ്പിലിരിക്കും. നമ്മളങ്ങനെ ചുരം ഇറങ്ങി പോകായി ഗൈസ്. ബെൽറ്റ് ഇട്ടോ ഗൈസ്. സീറ്റ് ബെൽറ്റ് ഇട്ട് കുപ്പായത്തിന്റെ ഉള്ളില്. എനിക്ക് കുറച്ച് ചോറ് വൈബ് ആവാം. ഇവിടെ കിട്ടൂടാ ഇങ്ങനത്തെ വൈബ് അല്ലേ? ഇവിടെ കിട്ടും ചോറ് വിത്ത് താമരശ്ശേരി ചുരം. നൈസ് വൈബ്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ മർക്കസ് കയറി ഗൈസ്. 80. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. അറിയോ ഫസ്റ്റ് ഇതാണ്ടോ മറ്റേ ഇതാണ്ടോ നടന്ന് മറ്റേ വണ്ടി ഇതിൽ പോവാൻ വേണ്ടിട്ടാ ബഗീര മറ്റേ നടന്നിട്ട് പോകാൻ പറ്റാത്ത മറ്റേ ബഗീര മറ്റേ സാധനം അതിന് പറയല്. ഹോട്ടലിന്റെ ഇതുണ്ട്. ഓരോരോ കോംപ്ലക്സ് കാര്യങ്ങളല്ലോ. ഓരോ സംഭവം ഇതാണ്. ഓരോ കോംപ്ലക്സ് ഓരോ ഇതിനായിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് മറ്റേ ചുറ്റി കാണാൻ വേണ്ടിട്ട് അവരുടേതായ വണ്ടിയും 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. കുതിര റൈഡ് ഉണ്ട്. ഇത് കാണുന്നത്ര മർക്കസിന്റെ ലോ കോളേജ് ആണിത്. ബാങ്കട്ട അങ്ങനെ ശരിയാക്കി തന്നെ എന്ത് വാങ്ങിച്ചു മർക്കസിലെത്തി. അങ്ങനെ വരില്ല. ചെവി കയറുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് വീട് പൊട്ടാം. നീ ഓരോ ആൾക്കാർ വിശ്വസിക്കോ? എന്തെല്ലാം മോദിയുടെ ഓൾറെഡി അതിന്റെ ചേക്ക് പള്ളയില്ലേ. ഇത് തൊണ്ടക്ക് മുള്ളു പിടിക്കാ ചോറ് വെച്ചിട്ട് പോകുന്നവരെ. ഇത് പൊട്ട പിന്നെ വിശ്വസിച്ചു മണ്ടനായിട്ട് അങ്ങനല്ലേ. ഹലോ ഹലോ കേക്കുന്നുണ്ടോ? ഹലോ ഇങ്ങനെ ഹലോ ഹലോ അല്ല എന്തെല്ലാം പോയെന്ന്. പസിക്ക് ഫിക്സ് പിടിച്ച് കൈസ്. അതാ ഞാൻ അടിച്ചത് തലക്കതാ ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു അസുര നമസ്കാരത്തിന് സമയപ്പോൾ അവിടെ മർക്കസിൻ്റെ അടുത്തെത്തി. അപ്പോൾ മർക്കസിലേക്ക് കയറി സെറ്റാട്ടോ. ഇവിടെ ഇത്ര ഉണ്ടാവും ചോദിച്ചില്ല. മർക്കസിൻ്റെ തന്നെ ഒരു വലിയൊരു കോംപ്ലക്സ് സെൻ്റർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അവരുടെ ഹോസ്പിറ്റലും അവരുടെ കൺവെൻഷൻ ഹാളും ഗ്രാൻഡ് മോസ്കാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ.
ഇതുണ്ട് ഇവിടെ ഫുള്ള് ഓരോ ഷോപ്സും കിട്ടാം. ഇത് തന്നെ മാർക്കറ്റ്സിൻ്റെ അവർ റെൻറ്റൊന്നും അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. എനിക്കൊരിതുണ്ട് ഇവരുടെ എല്ലാം ഉണ്ട് ഇവിടെ. ഫ്രൈഡ് ചിക്കൻ്റെ ഇത് ചെമ്പൊരു മാങ്ങ പോലെ തന്നെ ഉണ്ട് കാണുന്നത്. അത്തറിൻ്റെ കടയാണ്, ഒരു പ്രീമിയം ഷോപ്പ് ഇവിടെ. അത്തറിൻ്റെയൊക്കെ ഒരു പ്രീമിയം ഷോപ്പുണ്ട് ഇവിടെ. പണികാരൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഓരോരോ ഷോപ്പിൻ്റെ ഈ പണി ഏകദേശം പൂർത്തിയാണ്. പിന്നെ ഓരോരോ എന്താ പറയുക അത്തറിൻ്റെയും കാര്യമാണ് മെയിനായിട്ട് ഇവിടെ. അപ്പുറം പറയല്ല ഇപ്പറേ കേൾക്കുന്നുണ്ടോ? ഇത് നോക്കിയാൽ അത്തറിൻ്റെ ഷോപ്പൊക്കെ പ്രീമിയം ഫ്രൈഡ് ചിക്കൻ മാളല്ല കേട്ടോ, മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഇതിലേക്കുള്ള എൻട്രൻസിൻ്റെ പോർഷനാണ് ഇവിടെ. മെയിൻ എൻട്രൻസ് അല്ല. حي على الصلاة حي على الفلاح. ഇതാണ് മദീന ഗേറ്റ്, മക്ക ഗേറ്റ്, രണ്ട് ഗേറ്റ് ഉണ്ട് അവിടെ. ഇതാണ് മദീന ഗേറ്റ്. അപ്പം എന്താ പറയുക, പള്ളിയിലെ ഇതിലെ കൂടി ഇപ്പം പ്രവേശനമില്ല, സൈഡിലെ കൂടി രണ്ട് ഇതാക്കിയിട്ടാണ് പ്രവേശനമല്ലേ. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിന്നെ കാണിക്കാനോ നിന്നെ സുഖമില്ലാത്ത ഈ പിന്നെ പോണോ? കുറച്ച് ശരിയാലൊന്നുമില്ല വന്നേ. രോഗി ബസ് താലൂക്ക് ആശുപത്രിയിൽ എത്തി. വെറുതെ നീലത്തെ ചെവി പറഞ്ഞു ചെവി കറ്റ അടി വരണോ നാട്ടക്ക്. അങ്ങനെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് ആയിട്ട് ഫസ്റ്റ് സെൽഫി. ഷോപ്പുണ്ട് സുനിയാട്ടുണ്ട് കാണിക്കാനുള്ള ഹോസ്പിറ്റൽ. സംഭവം പറഞ്ഞാല് അയാൾ വരുന്നവരെ കാത്തിക്കാൻ ഉറച്ചിട്ടില്ല. ഫസ്റ്റ് സീരിയസ് ആയി. ഇപ്പൊ ഇനി ഐസിയു കിടക്കണം എന്നാ പറയാം. എന്താക്കലറിയില്ല കൈസ്. എന്റെ ഫസ്റ്റ് ഇവിടെ വന്നു ചെവിക്കെന്തോ ആയി വണ്ടി പറഞ്ഞു ഗൈസ്. ഒറ്റ പറയില്ല ഇന്നോവയാന്ന് തോന്നുന്നു. ഇപ്പൊ നേരത്തെ പഴയ ഇങ്ങനെ എന്താ സംഭവം, എന്താ ബ്രേക്ക് കിട്ടിണ്ടാവല്ലോ അല്ലേ? എന്ത് പറയാലേ, നല്ല പറയാനല്ലോ. ഇങ്ങനെയൊക്കെ പറയണേ, ഇങ്ങനെയൊക്കെ എങ്ങനെയാ പറയുന്ന നോക്കുന്നത്? അവർക്കൊന്ന് പറ്റിയായിരുന്നോ? അതല്ലെങ്കിൽ ഉരുണ്ട് പോയായിരുന്നു. ശരിയാണ് വരാം. നടക്കാവിലേക്ക് 2 ബസ്സുണ്ട്. ഒരിടത്ത് വണ്ടിക്കാൻ സാരമില്ല. ഫുള്ള് ഇന്ന് കാർണിയിലോ അങ്ങനത്തെ എന്തെല്ലോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ പോയാലും മുമ്പിലാ ഇത് നാട്ടിലിപ്പോ ഇവനാണ് ഫസീലുണ്ട് എല്ലായിടത്തും ഇങ്ങനെ നടക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയി ആളെ ഡോക്ടർ തിരക്കാണ്ടോ, എന്ത് തിരക്കാറണ്ടേ. ഈ സംഭവം ഇടന്ന് നടക്കുന്നത് മരണ തിരക്കാണ്. പെരുന്നാൾ വേറെ പോലെ ആളാണ്.
നല്ല ആളുണ്ട്. നമ്മ എപ്പോ വരുന്നല്ല, ഞാൻ ഇത്ര ഇവിടെ വന്നിട്ട് ഇത്ര തിരക്ക് കണ്ടില്ല. ഉണ്ടാവായിരിക്കും, വരാത്തോണ്ടായിരിക്കും. ഭയങ്കര റഷാ, വണ്ടി കാര്യങ്ങളൊക്കെ ഭയങ്കര റഷാ. നമുക്കൊരു പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ല. നമ്മൾ അങ്ങനത്തെ ഇതിലാണ്. മെല്ലെ ഇടയ്ക്ക് മീത്തിലേക്ക് മെല്ലെ ഇടയ്ക്ക് ഇങ്ങനോടി ഡീസലിന് 81 ഡീസലിന് 81, പെട്രോളിന് 94 അതിൽ കുറവാണ് കേട്ടോ. നല്ല ഈ ഇവിടുന്ന് അടിക്കുന്ന ലോങ് പോകുന്നുണ്ടെങ്കിൽ ഈ റൂട്ടിലാകുമ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അടിച്ചിട്ട് പോകാനാണ് നല്ലത്. നമുക്ക് കുറച്ചുകൂടി കാണിച്ചു ചെയ്യാൻ പറ്റും. ചങ്ങായി നമ്മൾ ഉറക്കിയിട്ട് ഇല്ലാത്തരെത്തിച്ച് ആടിക്കൊണ്ടെല്ലാം നടക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ അവസാനം തിരിച്ചെത്തി. അവിടെ വിടാം. ശരി നാളെ വിളിക്കേ.